കൊച്ചി വാർത്ത ചാനലിലേക്ക് സ്വാഗതം. തുടർ പഠനത്തിനും തുടർന്നങ്ങോട്ടുള്ള ജോലിക്കൊക്കെയുമായി വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ ഇന്ന് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ജർമ്മനിയിൽ വിവിധ മേഖലകളിൽ തൊഴിലാളിക്ഷാമം രൂക്ഷമായിരിക്കെ വിദ്യാർത്ഥി വിസ പ്രക്രിയ വേഗത്തിലാക്കാൻ യൂണിവേഴ്സിറ്റികളും വ്യവസായ മേഖലകളിലെ മുൻനിര കമ്പനികളും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൂടുതൽ വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുവാൻ വേഗത്തിലുള്ള വിസ അനുവദിക്കൽ ആവശ്യമാണെന്നാണ് ബിസിനസ് ലോകത്തിന്റെ ആവശ്യം. ജർമ്മനിയിൽ വിവിധ മേഖലകളെ തൊഴിലാളിക്ഷാമം വലയ്ക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് സർക്കാരിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്ന നിലപാടുമായി യൂണിവേഴ്സിറ്റികളടക്കം രംഗത്ത് വന്നിരിക്കുന്നത്. കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുന്നത് വഴി തൊഴിലാളി ലഭ്യത കൂട്ടാമെന്നാണ് പ്രതീക്ഷ. ജർമ്മൻ അക്കാഡമിക് എക്സ്ചേഞ്ച് സർവീസിന്റെ കണക്കനുസരിച്ച് 2024-25 ശൈത്യകാല സെമസ്റ്ററിൽ വിദേശ വിദ്യാർത്ഥികളുടെ വരവ് റെക്കോർഡ് തലത്തിലെത്തിയിരുന്നു. 4,05,000 വിദ്യാർത്ഥികളാണ് ഈ കാലയളവിലെത്തിയത്. ഇന്ത്യ, ചൈന, സിറിയ, ഓസ്ട്രിയ, തുർക്കി എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരെത്തിയത്. പരിശീലനം ലഭിച്ച വിദേശ വിദ്യാർത്ഥികളുടെ സാന്നിധ്യം വിവിധ തൊഴിൽ മേഖലകളിലെ തൊഴിലാളിക്ഷാമം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകൾ സർക്കാരിന് നൽകിയ കത്തിൽ പറയുന്നുണ്ട്. ഭാഷയാണ് ജർമ്മനിയിലേക്ക് തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ കടമ്പ മറികടക്കാൻ ജർമ്മൻ ഭാഷാ ക്ലാസുകൾ സർക്കാർ തന്നെ നടത്തുവാനുള്ള നീക്കവുമുണ്ട്. ദീർഘകാല തൊഴിൽ വിസ അനുവദിക്കുന്നതിന് എടുത്തിരുന്ന കാലതാമസം അടുത്തിടെ ജർമ്മനി കുറച്ചിരുന്നു. ഇന്ത്യക്കാർക്ക് മുൻപ് 9 മാസം വരെ എടുത്തിരുന്ന വിസ പ്രക്രിയയാണ് കേവലം 2 ആഴ്ചയാക്കി കുറച്ചിരിക്കുന്നത്. 2024 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് 1.37 ലക്ഷം വിദഗ്ധ തൊഴിലാളികൾ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. 2015 ഇത് വെറും 23,000 മാത്രമായിരുന്നു. ഒഴിവുകൾ നികത്താൻ വൈകുന്നത് 3 വർഷം കൊണ്ട് ജർമ്മൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് 7,400 കോടി യൂറോയുടെ നഷ്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. അതായത് 6.82 ലക്ഷം കോടിയോളം രൂപ. ഈ വർഷം ജൂൺ വരെ 80,000 വർക്ക് വിസ ജർമ്മനി നൽകിയിട്ടുണ്ടെന്നാണ് ഫെഡറൽ ഫോറിൻ ഓഫീസിന്റെ കണക്ക്. ഇതിൽ പകുതി വിദഗ്ധ തൊഴിലാളികളാണ്. അതിനാൽ തന്നെ നല്ലൊരു ജോലി സ്വപ്നം കണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കുന്നവർക്ക് വലിയൊരു അവസരമാണ് ജർമ്മനി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.